ചേച്ചി എന്നല്ല, ഒന്നെങ്കിൽ മാഡം അല്ലെങ്കിൽ കൊച്ചമ്മ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. മനസ്സിലായോ? അല്ലേലേ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാവും. അമ്മയ്ക്ക് ഇത് എന്നാത്തിന്റെ പ്രശ്നം? അമ്മ എന്നാത്തിനെ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യുന്നേ? അതിന് ഞാൻ എന്നെ വേണ്ടാത്ത പണിയാ ചെയ്യുന്നത്. ഇനി എന്തേലും ചെയ്യുന്നുണ്ടേലും അത് ഞാനല്ല, ഈ സുനിതയാ ചെയ്യുന്നത്. ഇനി മുതൽ ഈ പണിയൊക്കെ സുനിത ചെയ്തോളൂ. ഇതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നല്ലേ, അതിനെന്തായിരുന്നു പ്രശ്നം? ഇപ്പൊ ഈ ചേച്ചിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു ജോലിക്കാരിയെ പറഞ്ഞു വിട്ട് വേറൊരു സെർവന്റ് വരുന്ന ഇവിടെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ എന്താ നിന്റെയൊക്കെ പ്രശ്നം? പിന്നെ വേലക്കാരിയും കൂലിക്കാരിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നിന്റെയൊക്കെ പ്രസവിച്ച് നിന്റെയൊക്കെ മലവും മൂത്രവും വാരി ഈ വീട്ടിലെ സകല ജോലിയും ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം, ആര് വേണം, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനേ വൈജയന്തിക്ക് ആരുടെയും സപ്പോർട്ട് വേണമെന്നില്ല. മനസ്സിലായോ? ഓ മനസ്സിലായേ. വേറെന്തെങ്കിലും പുതിയ ഭരണ പരിഷ്കാരങ്ങൾ വല്ലതുണ്ടോ? ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഉണ്ട്, ഇനിയും ഉണ്ട്. കാലത്ത് 5 മണിക്ക് എണീറ്റ് അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഈ പോയ മറ്റവക്കെ കാലം നീട്ടിയിരുന്ന് സൂഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ കാലം കഴിഞ്ഞു. അവളുടെ പരിഷ്കാരങ്ങളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ട. നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വൈജയന്തിയാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ. ഞാൻ പറയുന്ന പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, നടക്കാൻ പാടുള്ളൂ. അതോടെ അമ്മയ്ക്ക് സമാധാന സന്തോഷമാവോ? ആവും. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മ ഇത് ആരോടെ മത്സരിക്കുന്നേ? ആരെയും തോൽപ്പിക്കാൻ നോക്കുന്നേ? കവിതേ, കൂടുതൽ സംസാരിച്ച് തർക്കിച്ച് വെറുതെ ആരോഗ്യ സമയം കളയാൻ നിൽക്കണ്ട. നീ എന്നോട് തിരിച്ച് സംസാരിക്കാറായിട്ടില്ല. നീയൊക്കെ ചെലവിനായിരുന്ന കാലത്ത് അന്ന് നിന്റെയൊക്കെ ചെലവിന് ജീവിക്കേണ്ടി വരുവാണെങ്കിൽ അന്ന് നോക്കാം നിന്റെയൊക്കെ സൗകര്യം. അതുവരെ എന്റെ സൗകര്യത്തിന് ഞാൻ പറയുന്ന പോലെ ജീവിച്ചോണം. പറഞ്ഞു മനസ്സിലായോ? ഇതെന്നെ പട്ടാള ഭരണോ? ഒരു മര്യാദയ്ക്ക് വേണ്ടേ അമ്മേ? കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീ നിന്റെ പണി നോക്കി പോയതേ. വെറുതെ എന്റെ തലയിലോട്ട് കയറാൻ നിൽക്കണ്ട. നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് അത്. സുനിതേ, ഓ ഇന്ന് സാമ്പാറും ഒരു തോരനും ഒരു മുട്ട ചിക്കിയതും കൂടെ വെച്ചോ. ഓ അത് മതി. ശരി കൊച്ചമ്മേ. പിന്നെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങള് അവിടെ പോയി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ വേറെ ആളെ നോക്കും. അയ്യോ, ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല കൊച്ചമ്മേ. ഞാൻ ഇതിനു മുമ്പ് നിന്ന വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോ. എനിക്ക് നിന്റെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാനൊന്ന് ഇരിക്കട്ടെ. ഭക്ഷണം റെഡിയാകുമ്പോ വിളിക്കും. ഓ നീ പോയില്ലേ? എനിക്ക് പഠിക്കാനൊന്നുമില്ലേ കൃഷ്ണൻ? അമ്മ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? ചുമ്മാതാണോടി? നിനക്കൊക്കെ എത്രമാത്രം പഠിക്കാനുണ്ട്? ആ സമയത്ത് അടുക്കള പണി വീട്ടുപണി ചെയ്തോണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂ? പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ എല്ലാരും കൂടെ നല്ല രസമായിട്ട് ചെയ്തോണ്ടിരുന്നതാ. ഞാനും ബബിതേച്ചിയും രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടെ ഒത്തുചേർന്ന പടേന്ന് തീരും എല്ലാ പണി. പഠിക്കാനൊക്കെ മുമ്പത്തേക്കാൾ സമയം ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇത്തിരി സമയം കൂടുതൽ കിട്ടിയ എന്താ കുഴപ്പം? അതുപോലെ തന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കള പണി ചെയ്യിക്കുന്നതൊക്കെ വലിയ കേമാണെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കണ്ടു. നിന്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്. അവനെ രാങ്കുച്ചല്ലടി. ആമ്പിള്ളേര് വീട്ടു ജോലി ചെയ്താൽ എന്താ കുഴപ്പം? അവരുടെ കൈ ഒടിഞ്ഞു പോവോ? അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ, സ്വന്തം സഹോദരിമാർക്ക് വേണ്ടിയല്ലേ. രോഹിയേട്ടനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചോറും കറിയും സാമ്പാറും പുളിശ്ശേരിയും അവിയലും ഒക്കെ ഉണ്ടാക്കും. അലീന ശേഷി പഠിപ്പിച്ചു കൊടുത്തതാ. കൃഷ്ണൻ, അവളുടെ പേര് നീ വീട്ടിൽ പറഞ്ഞേക്കല്ലേ. എനിക്ക് വിറഞ്ഞു കയറി വരുന്നുണ്ട്. ഒരു സമ്പ്രദായം ഉണ്ടാക്കി വെച്ചേക്കുന്നു. അമ്മേ, ആരെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ നല്ല കാര്യമാണെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ന്യായവും നീതി ഉണ്ടെങ്കിൽ
അത് നല്ലതാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എന്താ ഇത്ര പ്രശ്നം? ഉള്ള സത്യം പറയാലോ, അമ്മ ഇന്നേ വരെ ആരെങ്കിലും ചെയ്തൊരു നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യും, കമലാന്റിയുടെയോ വല്ല എന്തെങ്കിലും കണക്ഷന്. നീ എനിക്ക് കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കണ്ട കേട്ടോ. ആൺപിള്ളാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പറയുന്ന ന്യായം. ആൺകുട്ടികൾ പാചകം ചെയ്തെന്ന് വെച്ച് എന്താ കുഴപ്പമെന്ന് എനിക്കറിയാം. അവനൊക്കെ പെണ്ണ് കെട്ടുമ്പോ അച്ചിമാർക്ക് വെച്ച് വിളമ്പേണ്ടി വരും. രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് വെച്ചു കൊടുത്താ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അവന്മാരുടനെ അവളുമാരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങും. അത് തന്നെ തരോന്ന് കണ്ട് അവളുമാരൊക്കെ ഇണക്കത്തിലൊട്ടി ജോലി ചെയ്യിക്കുകയും ചെയ്യും. എന്നാൽ എന്താ കുഴപ്പം? നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്കും. എടി, ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് എങ്കിലും കഴിവെന്ന് നീ കണ്ടിട്ടുണ്ടോ? അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലീന ചേച്ചി ഇല്ലാതെ പോയി, അത്രേ ഉള്ളൂ. രോഹിത്തിനെ പഠിപ്പിച്ച സമയത്ത് ആവായിരുന്നല്ലോ. അതെങ്ങനെ നടക്കും? നിങ്ങൾ 3 പേരെയും കൊണ്ട് ഈ വീട്ടിലെ സകല പണിയും ചെയ്യിച്ച് സപ്രമഞ്ച കട്ടിലേക്ക് കിടന്ന് സൂഹിക്കുമല്ലായിരുന്നു. അമ്മ ബബദേശ്വര് പറഞ്ഞതാണ് സത്യം. അമ്മയടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. മിണ്ടാതിരിക്കുന്നതിനാ നല്ലത്. അത്രയും പൊല്യൂഷൻ കുറയായിരിക്കുമല്ലോ ഈ വീട്ടിലെ അന്തരീക്ഷത്തിന്. കസ്റ്റമർ കെയർ ഇത്ര നേരത്തെ തുറക്കൂ? എന്തുപറ്റി? ഇന്നെന്നതാ പ്രശ്നം? അച്ഛൻ എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? ഈ അമ്മ ഇവിടെ എന്നെയൊക്കെ കാണിക്കുന്നേ? അച്ഛന്റെ സമ്മതത്തോടെയാണ് ഇതൊക്കെ. എന്താണ് സംഭവം എന്നറിയാതെ ഞാൻ എന്താ പറയും? നീ ആദ്യം പ്രശ്നം എന്താന്ന് പറ, എന്നിട്ട് പരിഹാരം കാണാം. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പുതിയ വേലക്കാരി വെച്ചു. അവരുണ്ടാക്കിയത് തിന്നാൻ പറ്റൂ. ഞങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല. അലീന ചേച്ചി പറഞ്ഞതൊന്നും ഞങ്ങൾ ചെയ്യാനും പാടില്ല. അലീന ചേച്ചി പഠിപ്പിച്ചതൊന്നും ഇവിടെ ഫോളോ ചെയ്യേണ്ടതാ അമ്മയുടെ തീരുമാനം. ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? പുതിയ സെർവന്റ് ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്നാണോ, അതോ അലീന പഠിപ്പിച്ചതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാണോ? വെറുതെ കൺഫ്യൂഷൻ ആക്കല അച്ഛാ. അച്ഛന് നല്ലോണം അറിയാം എല്ലാ കാര്യങ്ങളും. നീ വാ, ഇവിടെ ഇരുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, അലീന ഇവിടുന്ന് പോയത് എന്തിനാ? എനിക്കറിയത്തില്ല. എനിക്കിപ്പോഴും അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ അമ്മയില്ലാതെ ജീവിക്കാതിരിക്കാനും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാനും. അതിനാ പോയതെങ്കിൽ അത് മണ്ടത്തരാന്ന് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്. അലീന ചേച്ചി ഇവിടുന്ന് പോയാ ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരണം. ഈ രണ്ടിടത്തായിട്ടുള്ള ജീവിതം നിർത്തണം. ഒരാൾ മുകളിലത്തെ നിലയിലും ഒരാൾ താഴത്തും. അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട്. നേരത്തെ അമ്മ എന്ത് പൊട്ടത്തരം കാണിച്ചാലും മോശമായിട്ട് പെരുമാറിയാലും പ്രതികരിക്കാതെ അമ്മ പറയുന്നത് അനുസരിച്ചിരിക്കും. ശരിക്കും അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ മാറിയെന്ന് അമ്മ പറയുന്നത് ശരിയാ. അപ്പോഴാ അച്ഛൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കുമായിരുന്നു. എന്തിന്? ഞങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു അച്ഛൻ. ശരിയാ, മോള് പറഞ്ഞതെല്ലാം കറക്റ്റാ. അലീന വരുന്നവരെ അച്ഛൻ അങ്ങനെ ആയിരുന്നു. ഒരു മനുഷ്യൻ അവന്റെ അടിസ്ഥാന സ്വഭാവം മാറ്റി അവൻ മറ്റൊരാളിലേക്ക് മാറുന്നപ്പോഴാണെന്നറിയോ അവന്റെ ജീവിതത്തിൽ ആ മാറ്റം അനിവാര്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മോമെന്റ് ഉണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ എനിക്ക് എന്റെ ധാരണകളും ശീലങ്ങളും ഒക്കെ മാറ്റേണ്ടി വന്നു. ചിലപ്പോ എന്റെ ഉള്ളിൽ ഈ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. പുറത്തു വരേണ്ട സമയത്ത് വന്നു. അലീന പഠിപ്പിച്ചതിൽ അടുക്കള പണിയെന്നും ബാക്കിയുള്ള പണിയെന്നും മാത്രമല്ലേ നിങ്ങളെ മാറ്റി നിർത്തിയുള്ളൂ. നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള സ്പേസിൽ അതെല്ലാം ചെയ്യ. അവിടെ ആരും ഒന്ന് തടയുമെന്ന് നമുക്ക് നോക്കാലോ. രോഹികൃഷ്ണൻ എവിടെ? പണിയിൽ നിന്ന് പിരിച്ചിട്ടോണ്ട് എല്ലാരും വിഷമിച്ച് അവരവരുടെ റൂമിൽ പോയി കുത്തിയിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്യാം,
എല്ലാവർക്കും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? ശരിക്കും? ഓ പോവാന്നേ. എല്ലാവരുടെ സങ്കടവും നമുക്കങ്ങ് മാറ്റിയിരിക്കാം. പോയി റെഡി ആയിട്ട് വാ. അവരോട് റെഡിയാവും പറ. ഇപ്പൊ തന്നെ പറയാവേ, അച്ഛൻ പറ്റിക്കത്തില്ലല്ലോ. ഇല്ലടി, അമ്മ പറ്റത്തില്ല എന്ന് പറഞ്ഞാലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ഭവി, അലീനയോടെ വൈജ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അവളത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളുടെ നല്ല പ്രവൃത്തി കൊണ്ട് മറുപടി കൊടുത്തിരുന്നു. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. ചിലപ്പോ ഫലം കണ്ടാലോ. ആലോചിച്ച് നോക്കട്ടെ. എന്നാ പോയി റെഡി ആയിട്ട് വാ. ഇവിടെ എന്നാ കല്യാണമാണോടി? ഞാൻ വെച്ച് വിളമ്പി തന്നിട്ട് ആരും ഒരു കുറ്റവും കുറവും പറയത്തില്ല. കൊച്ചമ്മ എല്ലാരും ഊണ് കഴിക്കാൻ വിളിക്കും. വെറുതെ ഇരുന്ന് തണുത്തു പോകണ്ടല്ലോ. എല്ലാരും കൂടി എങ്ങോട്ട് പോവാ? ഞങ്ങള് വെറുതെ ഒരു ഔട്ടിങ്. ഔട്ടിങ്ങോ? എന്നാത്തിന്? ചുമ്മാ വീട്ടിലിരിക്കുവല്ലേ, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. ഇപ്പൊ ഈ ഉച്ച നേരത്തെ എന്നാ എന്റർടൈൻമെന്റ്? അച്ഛൻ പറഞ്ഞു പഞ്ചാബി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങി തരാന്ന്. അതും ഒരു എന്റർടൈൻമെന്റ് അല്ലേ? അപ്പൊ ഞാനിവിടെ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയ ചോറും കറികളും ഒക്കെയോ? അതാർക്ക് വേണ്ടിയാ? അത് അമ്മയല്ലല്ലോ ഉണ്ടാക്കിയത്, സെർവന്റ് അല്ലേ? ആരായാലും ഇവിടെ ഉള്ളവർക്ക് തിന്നാൻ വേണ്ടിട്ടാണല്ലോ. ഞങ്ങള് പോയാലും അമ്മയെ ശ്രദ്ധിച്ചുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി ഈസി ആയിട്ട് തീരാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ തന്നെ ആരെയാണോടി ഒരു കുടുംബത്തിന് വേണ്ടി വെച്ചുണ്ടാക്കിയത് മുഴുവൻ തിന്നു തീർക്കാൻ? ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചോ, നമുക്ക് പിന്നെ കഴിക്കാലോ. ഇന്നിപ്പോ പുറത്തോട്ട് പോയി ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എന്നാ പറ്റൂടി? ചോറും കറിയും എപ്പോഴായാലും തിന്നാലോ അമ്മേ. ബിരിയാണി അച്ഛൻ വാങ്ങി തരാന്ന് പറയുമ്പോ അതെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ? അച്ഛൻ ഇങ്ങനെ ഒരു ഓഫർ തരാറില്ല. കിട്ടുന്ന ഓഫർ വേണ്ടെന്ന് വെക്കണോ? രോഹി, നിനക്കും ബിരിയാണി കഴിക്കാൻ അത്ര കൊതിയാണോ? ഇടയ്ക്കിടയ്ക്ക് നീ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുള്ളേ അല്ലേ? ഞാൻ ബിരിയാണി കഴിക്കത്തില്ലമ്മേ, എനിക്ക് കുഴിമന്തി മതി. ബാലേന്ദ്രൻ, ഇന്നൊരു ദിവസം മാത്രമേ കണ്ടുള്ളൂ പിള്ളേരെ വിളിച്ചോണ്ടായി സൽക്കരിക്കാൻ. നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് കഴിക്കണോ അതോ എന്റെ കൂടെ പുറത്ത് വരുന്നോ? ഇന്നാണെങ്കിൽ ഞാൻ ഫ്രീയാ. ഇല്ലെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ 18 ആവും. അത് മതിയോ? ഇന്ന് തന്നെ വേണം, മാറ്റിയൊന്നും വേണ്ട. ആ എന്നാ പോവാം. നോക്കിയത് സമയം പോവും. അത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് ഷോപ്പിങ്ങിനും പോണ്ടേ? ആ വേണം വേണം. ആ മാറ്റിനി സിനിമ അത് പിന്നെ ആലോചിക്കാം സാർ. ഇപ്പൊ എവിടെ മാറ്റിനി? 3 മണിക്കാ ഷോ. ആ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ടാക്കീസും മാറ്റിനിയും സിനിമയൊക്കെ ഉണ്ടായിരുന്നു. വാ വാ. എന്നാ ഞങ്ങള് പോയിട്ട് വരാമേ. ഓഫർ കിട്ടുമ്പോ റിജക്ട് ചെയ്താ പിന്നെ കിട്ടത്തില്ല. അവര് പോയോ കൊച്ചമ്മേ? ആ പോയി. എന്നോടുള്ള വാശി അതിന് വിളിച്ചോണ്ട് പോയതാ. ഷോ, ഇതെല്ലാം വേസ്റ്റായി പോവല്ലോ കൊച്ചമ്മേ. എല്ലായിടത്തും ഫ്രിഡ്ജിലോട്ട് വെച്ചോ. അതിന് തണുപ്പിച്ച് പിന്നെ എടുത്ത് ചൂടാക്കി വരുമ്പോ ഇതിന്റെ എല്ലാം രുചി പോകും കൊച്ചമ്മേ. അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? എന്നെ തോപ്പിക്കാൻ വേണ്ടി അച്ഛനും മക്കളും കൂടി കച്ചാട്ടി ഇറങ്ങിയേക്കല്ലേ? ഇതെല്ലാം കൂടെ വാരി വലിച്ച് തോട്ടിലോട്ട് എറിയാനാ തോന്നുന്നത്. അയ്യോ, ഫ്രിഡ്ജിലോട്ട് വെക്കാല്ലേ? എന്നാന്ന് വെച്ചാ ചെയ്. ഞാനെന്തിനാ കഴിക്കാതിരിക്കുന്നത്? പിന്നല്ലാതെ. ഹലോ, മനോട്ടാ എവിടെയുണ്ട് ഇപ്പൊ? ഞാൻ വീട്ടിലുണ്ട് പെണ്ണെ. എവിടെ പോവാനാ? ഞാനും ഇവിടെ തന്നെ ഉണ്ട് ചെറുക്കാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ 1 by 1 ആയിട്ട് പറഞ്ഞോളൂ. മനുവേട്ടന് സുഖാണോ? സുഖമായിട്ട് വസിക്കുന്നു. കൊല്ലപ്പള്ളി കൈതേക്കൽ മാളിക വീട്ടിൽ. മനുശങ്കർ മേനോൻ.
അവിടെ ഹിസ് സൈനസ് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നു. അദ്ദേഹം കൃത്യമായ ഓർഡറുകൾ പുറപ്പെടുവിക്കുന്നു, ഭൃത്യന്മാരനുസരിക്കുന്നു. മിലിറ്ററി ബാക്കപ്പ് ഇല്ലാന്ന് മാത്രം. നിങ്ങൾ തമ്മിൽ ഇണങ്ങിയോ? അത്രയ്ക്കങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല മനുവേട്ട. നിന്നോട് സ്നേഹമല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്, കൊറേ ഇഷ്ടം എന്നോട്. പക്ഷേ അച്ഛനെ പോലെയല്ല. ഞാൻ കമ്പയർ ചെയ്യല്ല കേട്ടോ. ആ മിലിറ്ററിക്കാരൻ എപ്പോഴും മുമ്പിൽ കയറി നിൽക്കും. അതിന്റെ പുറകിലാ സാക്ഷാൽ സ്റ്റാൻലി ജോസഫ്. എന്ത് പറഞ്ഞാലും ഒരു കമാൻഡിങ് പവറിലേ പറയത്തുള്ളൂ. അത് ഈ മിലിറ്ററിക്കാരിലെ ആ ഡിസിപ്ലിൻ അല്ലേ ആ സർവീസിലുള്ളതങ്ങനെ ജീവിക്കുന്നേ, പ്രത്യേകിച്ച് ഓഫീസർമാര്. അവരെ റിട്ടയർഡ് ആയാലും ആ ശീലം മാറ്റാൻ ഭയങ്കര പ്രയാസ. ഗംഗാധരൻ അങ്കിള് അങ്ങനെയാണോ മനോട്ട? അങ്കിള് റിട്ടയർഡ് ആയിട്ട് കാലം കുറച്ച് ആയില്ലേ, എന്നാലും ഡിസിപ്ലിൻ ഒക്കെ കുറച്ച് കടുപ്പാണ്. ഞാനും കേണലും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ പലതും ഇവിടെ കാണുന്നുണ്ട്. കേണലിനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? നിവൃത്തികേട് വന്നാ എന്ത് ചെയ്യും? എന്റെ പ്രശ്നം എന്താ അതാദ്യം പറ. ഒന്നാമത്തെ പ്രശ്നം കുടി. കുടിന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് കുടിയാ, രാവിലെ തുടങ്ങും. പക്ഷെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? നമുക്കറിയത്തില്ലല്ലോ മനോട്ട, പുറമേ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടോ നോക്കണ്ടേ? മദ്യം കഴിച്ചിട്ടില്ലാത്ത ബ്രിജിത്ത മമ്മി ലിവർ സിറോസിസ് വന്നിട്ടാ പോയത്. അപ്പോ ദിവസവും പമ്പ് ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? നീ പറഞ്ഞാൽ നിർത്തോ? ഇല്ലല്ലോ. പല സമരമുറകൾ വേണ്ടി വന്നേക്കും. ചിലപ്പോ ഞാൻ നിരാഹാരം വരെ നടത്തും. ഓ വേണ്ട വേണ്ട, അവനവന്റെ ആരോഗ്യം നശിപ്പിച്ചുള്ള പരിപാടികളൊന്നും വേണ്ട. ആ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് മനോട്ട. ഇവിടെ കുറച്ച് ജോലിക്കാരുണ്ട്. ശമ്പളം കൊടുക്കുന്നവനോട് യാതൊരു ആത്മാർത്ഥതയില്ല. എല്ലായിടത്തും ഒന്ന് ധാരാളിക്കോ. കിച്ചൺ എന്ന് പറയുന്നത് ഒരു കള്ളസങ്കേതോ മനോട്ട. ഇവിടെ ആരാ വർക്ക് ചെയ്യുന്നേ? 3-4 പേരുണ്ട്. പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ആദ്യം പേരെ ഉറപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് മതി ചലഞ്ചസ്. ആ ഒരു കാര്യം പറയാൻ വിട്ടു. കേണലിന്റെ പപ്പ വന്നിട്ടുണ്ട്. ചായ ഞാനിവിടെ എത്തിയെന്നറിഞ്ഞ് എന്നെ തുരത്തി ഓടിക്കാൻ പാഞ്ഞു വന്നതാ. എന്നിട്ടിപ്പോ ഞങ്ങള് രണ്ടും ഓരോ ടീമാ. അപ്പൊ മൂപ്പിലാനെ വളച്ച് നീ കയ്യിലെടുത്തു അല്ലേ? പുള്ളിക്കാരന്റെ വൈഫിന്റെ പേര് ചിന്നമ്മ. കേണലിന്റെ അമ്മ പാവം നേരത്തെ പോയി. ആ ചിന്നമ്മയുടെ തനി പകർപ്പാ ഞാനെന്നാ പറയുന്നത്. അതിലാ ഊതക്കുട്ടിച്ചായം വീണു. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ മനോട്ടിന്? ചിന്നമ്മ മരണപ്പെട്ട് 1 മാസത്തിനകത്ത് ഞാൻ ജനിച്ചു. അങ്ങനെയാണെങ്കിൽ ചിന്നമ്മ നിന്റെ കൂടെ കയറി കാണും. അതാണ് നിന്റെ സക്സസ് എന്ന് വിചാരിച്ചാൽ മതി. എന്റെ സക്സസ് എല്ലാം എന്റെ ബ്രിജിത്ത മമ്മിയാ. മമ്മിയുടെ ബാക്കിലാ എല്ലാരും. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ നീയോ അവത കുട്ടിച്ചാനിനെ കുളത്തുപുഴ പിടിച്ചടക്കാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ശേഷം വിശേഷങ്ങൾ അടുത്ത കോളിൽ. ബൈ മനോട്ട. ബൈ. കുളത്തുപുഴ. അതെ, ഇന്നത്തെ പോലെ നമുക്ക് എല്ലാ ദിവസവും പുറത്തു പോയി ഫുഡ് അടിക്കുന്ന കാര്യം നടക്കില്ല എന്നറിയാലോ. പിന്നെ അലീന എന്തിനാണ് ഇവിടെ നിന്ന്? അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരുന്ന നമ്മുടെ ഇടയിൽ നിന്ന് വേറൊരിടത്തേക്ക് പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് 3 പേർക്കും അറിയാവുന്നതാണ് എന്റെ ധാരണ. അറിയാച്ചാ, നിങ്ങളുടെ അമ്മ ഇവിടെ തിരിച്ചു വന്നത് അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അവളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മിഥ്യാധാരണയിൽ അവൾക്ക് കൈവിട്ട ഈ വീട് പിടിച്ചെടുക്കാനാ. പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനും. എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. നിങ്ങളാണ് നമുക്കിപ്പോ യുദ്ധം നടത്താനും നടത്തിക്കാനുള്ള ആയുധം.